നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA മലയാളം ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ദൃശ്യകലാ സാഹിത്യം എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ വലിയ ഒരു യൂണിറ്റ് ആണ്. ഈ ഒരു യൂണിറ്റിനകത്ത് അഡീഷണൽ ആയിട്ട് 3 വിശദ പഠന മേഖലകൾ കൂടി വരുന്നുണ്ട്. അത് നമുക്ക് ഓരോരോ ക്ലാസ്സുകളായിട്ട് ചർച്ച ചെയ്ത് പോകാം. ഇപ്പോൾ ഫോക്ക് ദൃശ്യകലാ പാരമ്പര്യം എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര് വരുന്നത്. നമുക്കൊന്ന് നോക്കാം. പ്രിയ വിദ്യാർത്ഥികളെ, ഈ നമ്മൾ ആർജിച്ചിരിക്കുന്ന മനുഷ്യർ ആർജിച്ചിരിക്കുന്ന ഈ എല്ലാ പുരോഗതികൾക്കും ആധുനികതകൾക്കും ഒക്കെ പഴയ കാലത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരു ഗോത്ര സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു ഗോത്ര സംസ്കൃതിയിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളും ഈ ഗോത്ര പാരമ്പര്യവും അതിനോട് അനുബന്ധമായിട്ടുള്ള ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ടച്ച് ചെയ്യുന്ന സമസ്ത മേഖലകളിലെയും ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില നാടോടി പാരമ്പര്യങ്ങൾ ഓരോ സമൂഹത്തിനും ഓരോ സമുദായത്തിനും ഉണ്ടായിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ ഫോക്ക് കലകള് രൂപപ്പെട്ടു വരുന്നത്. അതായത് നാടോടി കലകള് രൂപപ്പെട്ടു വരുന്നത് അതാത് സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ അവരുടെ സംസ്കാരത്തില് അവർ ചെയ്യുന്ന പല ജോലികളുടെ ഭാഗമായിട്ട്, അവരുടെ ആരാധനകളുടെ ഭാഗമായിട്ട്, അവരുടെ വിശ്വാസ ആചാരങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് ഇത്തരം നാടോടി കലകള് രൂപപ്പെട്ടു വരും. പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിന്റെ വടക്കൻ കേരളത്തിലും അതുപോലെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒക്കെ നിലനിൽക്കുന്ന പലതരത്തിലുള്ള നാടോടി കലാരൂപങ്ങളെ കുറിച്ച് നമുക്ക് കേട്ട പരിചയമുണ്ട്. നമ്മൾ പലതും കണ്ടറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഈ ഒരു യൂണിറ്റില് ഫോക്ക് ദൃശ്യകലാ പാരമ്പര്യമാണ്. നാടൻ പാട്ടുകളൊക്കെ നിലവിലുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ രംഗത്ത് അവതരിപ്പിക്കുന്ന തരത്തിലുള്ള നാടകങ്ങളോ നൃത്തരൂപങ്ങളോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അതിന് പാട്ടിന്റെ അകമ്പടി ഉണ്ടായിരിക്കും. വിവിധ വാദ്യോപകരണങ്ങളുടെ ഒക്കെ അകമ്പടിയോട് കൂടിയിട്ട് വർണ്ണാഭമായിട്ടുള്ള പലതരത്തിലുള്ള നമുക്ക് ദൃശ്യവിരുന്നാകുന്ന ചില ദൃശ്യകല നാടോടി കലകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ഫോക്ക് ദൃശ്യകലാ പാരമ്പര്യം എന്നത് ജനസമൂഹങ്ങളുടെ ജീവിതാനുഭവങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും അവരുടെ സന്തോഷങ്ങളും സന്താപങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നാടോടി കലകളാണ്. അത് സമൂഹത്തിന്റെ ഒരു അസ്തിത്വമാണ് ഇത്തരം കലകളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. നമുക്ക് അവർക്ക് ഒരു വളരെ വലിയ കാർഷിക സംസ്കൃതി ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ നാടോടി സംസ്കൃതി, ഈ ജിപ്സി പാരമ്പര്യമുള്ള സമൂഹങ്ങളും സമുദായങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന. അപ്പൊ ഇവർക്ക് ഒന്നുകിൽ കന്നുകാലി മേയ്ക്കലായിരിക്കും തൊഴില്, അതല്ലെങ്കിൽ കാർഷിക വൃത്തിയായിരിക്കും, നെല്ലോ അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ കൃഷി ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉപജീവനം. ഇനി അതിനും പിന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാല് ഒരു കാടൻ ജീവിതം എന്ന് വെച്ചാല് വേട്ടയാടിയും കായ്ക്കനികൾ ശേഖരിച്ചും ഒക്കെയുള്ള ജീവിതം. അപ്പൊ ഇങ്ങനെ ഏതൊരു ജീവിതമാണെങ്കിലും അതിന് അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുന്ന ദിവസം അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ചുവട് വെച്ചുള്ള നൃത്ത ചുവടുകളുമായിട്ട് വരുന്ന ഫോക്ക് കലകൾ. അടുത്തത് നാടോടി കലകളിലെ ദൃശ്യപ്പെരുമയാണ്. എന്ന് വെച്ചാല് നാടോടി കലകളില് പ്രത്യേകമായിട്ടുള്ള നിറങ്ങളും പല ആകൃതിയിലുള്ള അതുപോലെയുള്ള ആഭരണങ്ങള് ഇതെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് വളരെ മനോഹരമായിട്ട് കാഴ്ചയ്ക്ക് വിരുന്നൊരുക്കുന്ന രീതിയിലാണ്. എന്ന് വെച്ചാല് നമ്മൾ ഇപ്പോ കാണുന്ന സാങ്കേതിക വിദ്യകളൊന്നും തന്നെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തില്, പ്രത്യേകിച്ച് ലൈറ്റ് അറേഞ്ച്മെന്റുകൾ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട കലാരൂപങ്ങളാണ് ഇവയൊക്കെ. അപ്പോൾ അതിന് പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭ്യമാകുന്ന കടും വർണ്ണങ്ങൾ ചാലിച്ചിട്ടുള്ള മുഖമെഴുത്തും മുഖത്തെ മേക്കപ്പുകളും അതുപോലെ തന്നെ വസ്ത്രങ്ങളിലൊക്കെ ആണെങ്കിലും നല്ല കടും നിറങ്ങൾ പിഴിഞ്ഞിട്ടുള്ള വസ്ത്രങ്ങളായിരുന്നു അന്ന് ഇത്തരം കലാരൂപങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് പല തരത്തിലുള്ള ചിഹ്നങ്ങളും പല രൂപങ്ങളും പല മുഖമൂടികൾ ഒക്കെ ഉപയോഗിച്ചിട്ട് വളരെ ആകർഷകമായ രീതിയിൽ ഇത്തരം കലകൾ അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. അപ്പൊ ഇത് ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു സൗന്ദര്യ ബോധത്തിന്റെ ഭാഗം കൂടിയാണ് ഈ രീതിയിലുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ. അപ്പൊ ആ സമൂഹത്തിന്റെ വിശ്വാസ ആചാരങ്ങൾക്കും ആ സമൂഹത്തിന്റെ മൂല്യങ്ങൾക്കും ഒക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ് ഇത്തരം ഒരുക്കങ്ങൾ. ഇനി നിറങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കടും നിറങ്ങള്, ചുവപ്പ്,
മഞ്ഞ, കറുപ്പ്, പച്ച, വെളുപ്പ്, അപ്പൊ ഇത്തരം നിറങ്ങളെല്ലാം ചാലിച്ചിട്ടാണ് ഈ ഒരു ഒരുക്കങ്ങൾ വസ്ത്രങ്ങളിലാണെങ്കിലും മറ്റ് ആടയാഭരണങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ രൂപങ്ങളാണെങ്കിൽ വൃത്തം, ത്രികോണം, ചതുരം, ഇങ്ങനെയുള്ള രൂപങ്ങൾക്കും പ്രത്യേക പ്രാധാന്യം ഇത്തരം ഒരുക്കങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ചിഹ്നങ്ങൾ നോക്കുകയാണെങ്കിൽ സൂര്യചന്ദ്രന്മാരും വൃക്ഷങ്ങള്, മൃഗങ്ങള്, പല ദേവതകള്, ഇതിനെയൊക്കെ പലതരത്തിലുള്ള പ്രതീകങ്ങളായിട്ട്, സിംബോളിക് ആയിട്ടാണ് ഇതിനെയൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്നത്. ഇനി കേരളത്തിലെ നാടോടി കലാരൂപങ്ങൾ, നാടോടി ദൃശ്യ കലാരൂപങ്ങൾ ഓരോന്നിനെയും നമുക്കൊന്ന് പരിചയപ്പെടാം. വളരെ വിശദമായിട്ട് നമുക്ക് ഇതിന്റെ വിശദ പഠന മേഖലയിൽ പഠിക്കാനുണ്ട്. എങ്കിലും നമുക്ക് വളരെ ലളിതമായിട്ട് ഈ ഒരു ഭാഗത്തൊന്ന് ചർച്ച ചെയ്തു പോകാം. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട നാടോടി ദൃശ്യകലാരൂപങ്ങളിലെ ഒന്നാമത്തേത് കളമെഴുത്താണ്. കളമെഴുത്ത് എന്ന് പറയുന്നത് ഈ ദേവതാ പൂജകളുമായി ബന്ധപ്പെട്ട് നിലത്ത് വർണ്ണപ്പൊടികളൊക്കെ ഉപയോഗിച്ചിട്ട് കളം വരച്ചിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു കലാരൂപമാണ്. ഇന്ന് നമുക്ക് ഉത്തരേന്ത്യയിലൊക്കെ രംഗോലികള്, അതുപോലെ കോലം വരയ്ക്കുന്നത് ഒക്കെ ഇത്തരം ഒരു കലാരൂപത്തിന്റെ ആ ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ വീടുകളുടെ മുൻപിലൊക്കെ നിലത്ത് കോലം വരയ്ക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ മുടിയേറ്റ്, തെയ്യം, കാളിയൂട്ട്, ഇങ്ങനെയുള്ള കലകൾക്കെല്ലാം തന്നെ ഇത്തരം പടം വരയ്ക്കുന്ന രീതി ഉണ്ടായിരുന്നു. അത് മുഖത്തൊക്കെ ചിത്രങ്ങളായിട്ട് വർണ്ണങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കുന്നതും വേഷശൈലിയും ഒക്കെ ഉൾപ്പെടുന്നത് ഈ ഒരു ദൃശ്യകല രൂപങ്ങളുടെ ഭാഗമാണ്. അപ്പൊ ദൃശ്യം കാണുമ്പോൾ വളരെ മനോഹരമായിട്ട് എടുത്തു കാണിക്കുന്ന രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ സാങ്കേതിക വിദ്യകളുടെ ഒന്നും സഹായമില്ലാതെയാണ് ഇത് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എടുത്തു കാണിക്കുന്ന നിറത്തിലുള്ള കടും വർണ്ണങ്ങളൊക്കെ ഉപയോഗിച്ചത് ഈ ഒരു ലക്ഷ്യത്തിന് തന്നെയായിരുന്നു. ഇനി ദൃശ്യപ്പെരുമയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യപ്പെരുമ ഇത് ഉറപ്പു നൽകിയിരുന്നു. അതിന്റെ ഒരു സാമൂഹിക പ്രാധാന്യം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ സാംസ്കാരിക ഐക്യം ഉറപ്പുവരുത്താനായിട്ട് ഈ ഒരു ദൃശ്യപ്പെരുമ സഹായിച്ചിരുന്നു. അത് തലമുറകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ട് അത് പ്രവർത്തിച്ചു. അത് ജീവിത മൂല്യങ്ങളെയൊക്കെ പരസ്പരം കൈമാറ്റം ചെയ്തു. ഇനി നമുക്ക് ഈ ഫോക്ക് ദൃശ്യകലാ പാരമ്പര്യം എന്ന് പറയുന്നത് അത് നാടോടി സംസ്കാരത്തിന്റെ ഒരു ആത്മാവിഷ്കരണമാണ്, അല്ലെങ്കിൽ അതിന്റെ ആത്മാവിന്റെ ഒരു പ്രകാശനമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കേവലം ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് അത് സമൂഹത്തിന്റെ ചരിത്രത്തെയും വിശ്വാസത്തെയും ഒക്കെ തന്നെ ഈടുറ്റതാക്കാൻ വേണ്ടി പോന്ന ജീവിത ദർശനങ്ങളാണ് അതിലൂടെ കാഴ്ചവെക്കുന്നത്. അപ്പൊ ഈ ഒരു പാരമ്പര്യങ്ങളെ സംരക്ഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ സാംസ്കാരിക പൈതൃകം നിലനിർത്തുന്നതിന്റെ ഭാഗം കൂടിയാണെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇത്തരം കലാരൂപങ്ങളൊക്കെ നമുക്ക് ഏതെങ്കിലുമൊക്കെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആരാധനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് കാണാനായിട്ട് സാധിക്കുക. ആദിമമായിട്ടുള്ള ആ ഒരു മനുഷ്യന്റെ ദൈവവിശ്വാസം അല്ലെങ്കിൽ മതവിശ്വാസത്തിന്റെ ഒക്കെ ഒരു ആദിമ രൂപത്തിൽ നിന്നാണ് ഇത് രൂപം കൊള്ളുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, ഇതൊക്കെ ക്ഷേത്ര കലകളുടെ അല്ലെങ്കിൽ ക്ഷേത്ര ആചാരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് വരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം നോയമ്പുകൾ, അത് വളരെ വിശുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇത്, ഇത്തരം കലാരൂപങ്ങളുടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഈ കല അവതരിപ്പിക്കുന്ന കലാകാരന് കൃത്യമായ ദൈവാനുഗ്രഹം ഉണ്ടാകണമെന്നും അതിന് സ്വീകരിക്കേണ്ട വിശുദ്ധമായ ജീവിത മാർഗം സ്വീകരിക്കണമെന്നും സത്യസന്ധരായിരിക്കുന്നതിന്റെയും നീതിപൂർവം പെരുമാറുന്നതിന്റെയും ഒക്കെ ഒരു പ്രാധാന്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അപ്പൊ കൃത്യമായിട്ട് നിശ്ചിത ദിവസങ്ങള് നോയമ്പൊക്കെ അനുഷ്ഠിച്ച് അത് ഭക്ഷണ രീതികളിലും ജീവിത രീതികളിലും ജീവിതത്തിന്റെ വളരെ ലളിതമായി ജീവിക്കുന്നതിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിൽ ഇവർക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ജീവിത മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന പോയ തലമുറയുടെ ഒരു ശേഷിപ്പ് തന്നെയാണ് ഇത്തരം കലാരൂപങ്ങൾ. അപ്പൊ നമ്മള് ഇപ്പോൾ MA മലയാളത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം കലാരൂപങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകാതെ എത്ര ആധുനികതകൾ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തനിമ ചോരാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുകയും അത് പഠന വിധേയമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി നമ്മൾ വിശദ പഠനത്തില് ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഫോക്ക് കലാരൂപങ്ങളെ കുറിച്ചാണ്, ദൃശ്യകലാരൂപങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ വളരെ ബ്രീഫായിട്ട് നോക്കാം. അതിൽ ഒന്നാമത്തേത് തെയ്യമാണ്. തെയ്യം എന്ന് പറയുന്നത്
വടക്കൻ കേരളത്തിൽ, അതായത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പ്രചാരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാന കലയാണ് തെയ്യം. ഇത് ദേവതകളുടെയും അതുപോലെ തന്നെ വീരപുരുഷന്മാരുടെയും ഒക്കെ കഥകളെ ആധാരമാക്കിയിട്ടുള്ള ഒരു കലാരൂപമാണ്. ഇത് ഒരു നൃത്തരൂപമാണ്. നമ്മൾ കണ്ടിരിക്കും തെയ്യം നേരിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു പരിചിതമായിട്ടുള്ള ഒരു കലാരൂപം തന്നെയാണ്. അപ്പോൾ ഇത് നൃത്ത നാട്യ രൂപത്തിലാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. ഇതിന്റെ പ്രത്യേകമായിട്ടുള്ള വേഷവും അതുപോലെ തന്നെ മുഖത്തൊക്കെ ചായം തേച്ചുകൊണ്ടുള്ള പ്രത്യേക വേഷമൊക്കെ ധരിച്ചുകൊണ്ടുള്ള അണിഞ്ഞുകൊണ്ടുള്ള ഒരു കലാരൂപമാണ്. അപ്പൊ ഇതിന് മുഖാഭിനയവും അതുപോലെ വേഷവും സംഗീതവും ഒക്കെ ഒരുപോലെ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. മന്ത്രോച്ചാരണങ്ങളും. ഇത് ഒരു ക്ഷേത്രകലയാണ്, അല്ലെങ്കിൽ ആരാധനയുടെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന ഒരു കലാരൂപമാണ്. അപ്പൊ ഇതിന്റെ കലാകാരനെ ഒരു ദൈവത്തിന്റെ അവതാരമായിട്ട്, ഭഗവതിയായിട്ട് ഉള്ള ഒരു ഭഗവതി സങ്കല്പത്തിന്റെ ഭാഗമാണ് ഈ തെയ്യം കലാരൂപം. അപ്പൊ തെയ്യം കലാകാരനിൽ ദൈവാംശം ഉള്ളതായിട്ടാണ് കൽപ്പിക്കപ്പെടുക. ഇനി ഒരു ഗ്രാമീണ സമൂഹത്തിന്റെ വിശ്വാസങ്ങളും സാമൂഹിക നീതിബോധവും ഒക്കെ തെയ്യത്തിലൂടെ പ്രതിഫലിക്കപ്പെടുന്നു. ഇനി രണ്ടാമത്തെ കലാരൂപമാണ് തിറ. തിറ മധ്യ കേരളത്തിൽ പ്രചാരമുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ്. അപ്പൊ ഇത് കാവുകളിലും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലുമൊക്കെ അവതരിപ്പിക്കപ്പെടുന്ന വളരെ വേഗതയേറിയിട്ടുള്ള നൃത്തചലനങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കലാരൂപമാണ് തിറ. ഇതിലും നമ്മൾ തെയ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിറമുള്ള മുഖച്ചായം പൂശുന്നു, അതുപോലെ തന്നെ അലങ്കാരമുള്ള വേഷങ്ങളൊക്കെ ധരിച്ചുകൊണ്ടുള്ള ഒരു കലാരൂപമാണ്. അപ്പൊ ഈ തിറ എന്ന് പറയുന്നത് അതിന് വിളവെടുപ്പുമായിട്ട് ബന്ധമുണ്ട്, വയല് കൊയ്യുന്നത്, നെല്ല് കൊയ്തെടുക്കുന്നതുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അതുപോലെ രോഗശമനത്തിനും ദുരന്ത നിവാരണത്തിനും വേണ്ടിയിട്ടൊക്കെ ഈ തിറ കൊണ്ടാടാറുണ്ട്. ചില പ്രത്യേക തരത്തിലുള്ള രോഗങ്ങളൊക്കെ വരുമ്പോൾ, ഈ വസൂരിയൊക്കെ പോലെയുള്ള രോഗങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇത്തരം അതിനൊരു പരിഹാര പ്രാർത്ഥനയുടെ രൂപത്തില് ഇത്തരം കലാരൂപങ്ങൾ അരങ്ങേറാറുണ്ട്. ഇനി മറ്റൊന്നാണ് പടയണി. പടയണി കുറച്ചുകൂടി തെക്കൻ ഭാഗത്തേക്കാണ്, തെക്കൻ കേരളത്തിലാണ്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലൊക്കെ വളരെ വ്യാപകമായിട്ടുള്ള പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് പടയണി. ഇതും ഒരു അനുഷ്ഠാന കലാരൂപമാണ്. ഇപ്പോ കാവുകളിലാണ് ഇത് ഈ ഒരു കല അധികമായിട്ട് അരങ്ങേറപ്പെടുന്നത്. അപ്പൊ ഇതില് മുഖകവചങ്ങള്, അതായത് കോലം വരച്ചിട്ട്, അതുപോലെ നൃത്തം, സംഗീതം, താളവാദ്യം ഇതിനൊക്കെ സംയോജിപ്പിച്ചിട്ടുള്ള ഒരു കലാരൂപമാണ്. ദുർഗ, കാളി തുടങ്ങിയ ദേവതകളും അവരുടെ ഇതിഹാസങ്ങൾ അല്ലെങ്കിൽ കഥകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിനെ ഉപാസിച്ചുകൊണ്ടുള്ള ഒരു കലാരൂപമാണ് പടയണി. ഇനി മറ്റൊന്നാണ് പാവക്കൂത്ത്. പാവകളെ ഉപയോഗിച്ച് കഥകള് അവതരിപ്പിക്കുന്ന ഒരു നാട്യകലാരൂപമാണ്. ഇതൊരു നാടകത്തിന്റെ രൂപത്തിലാണ്. അപ്പോ ഈ പാവകളെ മെനഞ്ഞെടുക്കുക, പാവകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കഴിവ് വേണ്ട അല്ലെങ്കിൽ പ്രാവീണ്യം വേണ്ട ഒരു പ്രക്രിയയാണ്. ഇതിന് മനോഹരമായിട്ടുള്ള പാവകളെ ഉണ്ടാക്കിയെടുത്തിട്ട് ആ പാവകളെ വെച്ചുകൊണ്ട് അരങ്ങേറുന്ന ഒരു നാടകത്തിന്റെ രൂപത്തിലാണ്. അപ്പൊ തൊലിയും മരവും തുണിയും പലതരത്തിലുള്ള പ്രകൃതിയാൽ ലഭിക്കുന്ന ചായങ്ങളൊക്കെ വെച്ചുകൊണ്ട്, നൂലും ഒക്കെ വെച്ചുകൊണ്ടാണ് ഈ പാവകളെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഇതിലൂടെ പുരാണ കഥകളും അല്ലെങ്കിൽ നാടോടി കഥകളും ഒക്കെ ഇതിൽ അവതരിപ്പിക്കപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ആസ്വാദികരമായിട്ടുള്ള ഒരു കലാരൂപമാണ് ഈ പാവക്കൂത്ത് എന്നത്. അപ്പൊ ഇതിന് ഒരുപാട് ആധുനിക കാലത്ത് വളരെയേറെ വിദ്യാഭ്യാസ മൂല്യമുള്ള ഒരു കലാരൂപം കൂടിയാണ് പാവക്കൂത്ത്. ഇപ്പൊ കൃഷ്ണന്റെ കഥകളും അല്ലെങ്കിൽ രാമന്റെ കഥകളും ഒക്കെയാണ് ആദ്യകാലത്ത് അരങ്ങേറിയിരുന്നത്. പിന്നീട് അതില് പല കഥകളും ഈവൻ നമ്മുടെ സമകാലിക പ്രസക്തമായ കാര്യങ്ങൾ പോലും പാവക്കൂത്തില് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് കാക്കരശ്ശി നാടകം. കാക്കരശ്ശി നാടകം കേരളത്തിലെ ഒരു ഹാസ്യ നാടക രൂപമായിട്ടാണ് കാക്കരശ്ശി നാടകം പ്രസിദ്ധമാകുന്നത്. നമുക്ക് കാക്കരശ്ശി നാടകത്തെ കുറിച്ച് മറ്റൊരു വിശദ പഠന മേഖലയിൽ വളരെ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് കാക്കരശ്ശി നാടകത്തെ കുറിച്ച് കൂടുതലായിട്ട് അവിടെ പരിചയപ്പെടാം. എങ്കിലും നമ്മൾ അറിയുക, സാമൂഹിക വിഷയങ്ങളെ സറ്റേറിക്കലായിട്ട്, ഹാസ്യാത്മകമായിട്ട്, പരിഹാസ രൂപേണ അവതരിപ്പിക്കുന്ന ഒന്നാണ് കാക്കരശ്ശി നാടകം. ഇത് വിനോദത്തോടൊപ്പം തന്നെ ഒരു സാമൂഹിക അവബോധം കൂടി ജനങ്ങളിൽ സൃഷ്ടിക്കാനായിട്ട് കാക്കരശ്ശി നാടകം പ്രയോജനപ്പെടുന്നു. ഇനി മറ്റൊന്നാണ് നിഴൽക്കൂത്ത് എന്ന് പറയുന്നത്. നിഴൽക്കൂത്ത് വളരെയേറെ ഒരു സ്പെഷ്യലൈസേഷൻ ആവശ്യമുള്ള ഒരു കലാരൂപമാണ് നിഴൽക്കൂത്ത്. നിഴലും വെളിച്ചവും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രംഗപടത്തില്
വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യവിരുന്ന് ഒരുക്കുന്ന ഒരു കലാരൂപമാണ് നിഴൽക്കൂത്ത് എന്ന് പറയുന്നത്. പ്രധാനമായും രാമായണ കഥകൾ തന്നെയാണ് ഈ നിഴൽക്കൂത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു കർട്ടന്റെ പുറകില് പാവകളെയും കൈകളും ഒക്കെ ചലിപ്പിച്ച് അത് നമുക്ക് പുറത്ത് അല്ലെങ്കിൽ ഒരു കർട്ടനിൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥ അരങ്ങേറുന്നതായിട്ട് നമുക്ക് നിഴല് കൊണ്ട് കാണുകയും അതിന് പുറകിലൊരു സംഗീതം അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ പറയുന്ന നിഴൽക്കൂത്ത്. അപ്പൊ ഇത് രാത്രികളിലാണ്, ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായിട്ട് രാത്രിയിൽ അവതരിപ്പിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യകലാ വിരുന്നാണ് ഈ പറയുന്ന നിഴൽക്കൂത്ത്. ഇനി മറ്റൊന്നാണ് പൊറാട്ടുകളി. പൊറാട്ടുകളി കേരളത്തിലെ യുദ്ധ പരിശീലനവും അതുപോലെ വിനോദവും ഒക്കെ സംയോജിപ്പിച്ച് നടക്കുന്ന ഒരു നാടൻ കലാരൂപമാണ് പൊറാട്ടുകളി. വടക്കൻ മലബാർ പ്രദേശങ്ങളില് കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നു. വടക്കൻ മലബാറിലാണല്ലോ ഈ ആയോധന കലകൾക്കൊക്കെ വളരെ പ്രചാരമുള്ളത്. അപ്പോൾ അവിടെ കായികാഭ്യാസത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് വളരെ കായിക വൈദഗ്ധ്യമൊക്കെ ആവശ്യമുള്ള താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി അരങ്ങേറുന്ന ഒന്നാണ് ഈ ഒരു കലാരൂപം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ വിശദ പഠനത്തിന്റെ ഒന്നാമത്തെ മേഖലയിൽ ചർച്ച ചെയ്യാനുള്ളത്. താങ്ക് യു.